കാഷ്വൽ ലുക്കിനും അതുപോലെ തന്നെ വർക്ക് വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന സാരീസിൻ്റെ കളക്ഷൻസ് എല്ലാം നല്ലൊരു പേസ്റ്റൽ ചാർട്ട് ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് ഓരോന്നും ഓപ്പൺ ചെയ്ത ലുക്ക് നോക്കാം. എൻ്റെ കയ്യിൽ ഒരു 4 ഷെയ്ഡ് വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഈ ഒരു സാരി തന്നെയാണ് വെയർ ചെയ്തിട്ടുള്ളത്. നല്ലൊരു വൈറ്റിനുള്ളിൽ ഒരു ബ്രൗണിൻ്റെ കോമ്പിനേഷൻ. ആൻഡ് നമുക്ക് ബോഡി പോർഷൻ ഫുൾ ഒരു എംബ്രോയ്ഡറി പാറ്റേൺ, മിഷൻ എംബ്രോയ്ഡറി ആണ് വരുന്നതും. അതും ഒരു ഫ്ലോറലിൻ്റെ ഒരു ഫ്ലവറിൻ്റെ ഒരു പാറ്റേൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലോവർ പോർഷനിലും അപ്പർ പോർഷനിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ലോവർ പോർഷനിൽ കുറച്ചൊന്ന് ബ്രോഡായിട്ട് നിൽക്കുന്ന ബോർഡർ ഡീറ്റെയിൽ, അതിനുള്ളിൽ ഒരു ഫ്ലോറലിൻ്റെയും അതുപോലെ തന്നെ നമുക്കൊരു പേസ്ട്ലിയുടെയൊക്കെ ഒരു ലുക്ക് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് അപ്പർ പോർഷൻ നോക്കുകയാണെങ്കിൽ കുറച്ച് ഒത്തിരി ബ്രോഡ് അല്ലാത്തൊരു ബോർഡർ ഡീറ്റെയിൽ, അതിലൊരു ഫ്ലോറൽ പാറ്റേൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. 2 സൈഡിലും നമുക്കൊരു ക്രോഷ്യ ലേസും കൂടെ വരുന്നുണ്ട് കേട്ടോ. ആൻഡ് ഇതാണ് എൻ്റെ പല്ലു പോർഷൻ. നമുക്ക് പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനായാലും ലോവറിലോട്ട് നോക്കുകയാണെങ്കിലും ഈ സെയിം ബോർഡർ ഡീറ്റെയിലിങ്ങിലും ആ ഒരു വർക്കും വരുന്നുണ്ട്. അപ്പർ പോർഷനിലോട്ട് നോക്കുകയാണെങ്കിൽ ഫുൾ നമുക്ക് സോളിഡ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ്. ഇതിലും സെയിം ഈ ഒരു ബ്രൗണിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ത്രെഡ്സ് യൂസ് ചെയ്തിട്ടുള്ള വർക്ക് ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. ഇപ്പം പാരൻസിനൊക്കെ ആണെങ്കിൽ ഗിഫ്റ്റൊക്കെ കൊടുക്കാനാണെങ്കിൽ പറ്റുന്ന നല്ലൊരു ഓപ്ഷനും കൂടിയാണ്. ഇതാണ് നെക്സ്റ്റ് ലുക്ക്. നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ്, ഒരു യെല്ലോ. ആൻഡ് ഇതിൻ്റെ പ്ലീറ്റ്സ് ഒക്കെ എടുത്താലും നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്നൊരു മെറ്റീരിയലും കൂടിയാണ്. സിൽക്കി കോട്ട ആയതുകൊണ്ട് തന്നെ ഒത്തിരി പടപടപ്പുള്ളൊരു മെറ്റീരിയൽ അല്ല. നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് ഉടുത്ത് കഴിഞ്ഞാലും നന്നായിട്ട് ഒതുങ്ങി വരുന്നതും കൂടെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലീറ്റ്സ് എടുത്ത് കാണിക്കാം. പ്ലീറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ നന്നായിട്ട് തന്നെ കാണാനും പറ്റുന്നുണ്ട്. എൻ പോർഷനിലായിട്ട് നമുക്ക് എൻ പോർഷനിലും സെയിം ഈ ഒരു ക്രോഷ്യ ലേസ് വരുന്നുണ്ട് കേട്ടോ. ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതും ആ ഒരു ലേസ് ഡീറ്റെയിലിംഗ് തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ. ബ്ലൗസ് പീസ് നമുക്ക് നോർമലി സിൽക്കി കോട്ട സാരീസിലൊക്കെ സോളിഡ് ആയിരിക്കും വന്നിട്ടുള്ളൂ. പക്ഷേ അന്നൊക്കെ ഒരു ഡിഫറെൻറ്റ് പാറ്റേണിലാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. ബ്ലൗസ് പീസിൽ നമുക്ക് കുഞ്ഞു ആ ഒരു എംബ്രോയ്ഡറിയുടെ തന്നെ ഒരു ഫ്ലവർ പാറ്റേണും കൂടെ വന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതാണ് സെക്കൻഡ് ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡിനുള്ളിൽ ഒരു വൈറ്റിൻ്റെയൊക്കെ കോമ്പിനേഷൻ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു കോൺട്രാസ്റ്റ് ലുക്കിൽ ഒരു ബ്ലൗസൊക്കെ ഇട്ട് വെയർ ചെയ്ത് കഴിഞ്ഞാലും കുറച്ചും കൂടെ ഒന്ന് ഭംഗിക്ക് വെയർ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ തന്നെ ഒരു വൈറ്റിൻ്റെ കൂടെ ഒരു ബ്രൗൺ ബ്ലൗസാണ് ഇട്ട് വെയർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇട്ട് വെയർ ചെയ്താലും നമുക്ക് ഇതിൻ്റെ ഈ സെയിം ബ്ലൗസ് ഇടുന്നതിനേക്കാളും കോൺട്രാസ്റ്റ് ലുക്ക് വെയർ ചെയ്താലും നല്ലൊരു ക്ലാസി എലഗൻറ്റ് സ്റ്റൈൽ എന്തായാലും കൊണ്ടുവരുന്നതായിരിക്കും. ആൻഡ് ഇതാണ് കേട്ടോ നെക്സ്റ്റ് ലുക്ക്. ഞാൻ ജസ്റ്റ് കളേഴ്സ് മാത്രം ഒന്ന് കാണിച്ചു പോവാം. എല്ലാം പാറ്റേണൊക്കെ നമുക്ക് സെയിം ആണ് കേട്ടോ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. ആൻഡ് ഇതാണ് കേട്ടോ. ഫുൾ നമുക്ക് മിഷൻ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആണ് പ്ലേസ് ചെയ്യുന്നത്. ബോർഡർ ഡീറ്റെയിലിംഗ് നല്ല ഇൻസൈഡ് നോക്കുകയാണെങ്കിൽ വർക്ക് ഫുൾ നന്നായിട്ടാണ് ഒരു ഫിനിഷും ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതാണ് നെക്സ്റ്റ് ലുക്ക്. ഇതിൻ്റെ പല്ലു ഡീറ്റെയിലിംഗ് വരുന്നത് ഇതാണ്. പല്ലുവിൽ നമുക്ക് എൻഡിലായിട്ട് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പേസ്ലിയുടെ തന്നെ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് ആണ്. അതിൽ നമുക്കൊരു പിങ്കിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വൈറ്റിൻ്റെയും ഒരു പർപ്പിളിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ലാസ്റ്റ് വൺ വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ്. ആൻഡ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ലുക്ക് വരുന്നത്. ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയും കൂടിയാണ്. ഇപ്പം 1 ലെയർ ഇട്ടില്ലെങ്കിൽ ഒരു കാഷ്വൽ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് വെയർ ചെയ്ത് കഴിഞ്ഞാലും ഒരു വർക്ക് വെയർ ആയിട്ടൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനും കൂടിയാണ്. കോഡ് വരുന്നത് BLD 1329 എന്ന കോഡിൽ പ്രൈസ് റേഞ്ച് 3159 എന്ന പ്രൈസ് റേഞ്ചിലാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. പാർട്ടി വെയർ ലുക്കിൽ വന്നേക്കുന്ന 3 പീസ് സെറ്റ്, ടോപ്പും ബോട്ടും ദുപ്പട്ടയായിട്ട് വന്നേക്കുന്ന കളക്ഷൻ. ആൻഡ് കുറച്ചൊന്ന് റിച്ച് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ദുപ്പട്ട കേട്ടോ. ആൻഡ് ഇതിനകത്ത് ഗോൾഡൻ ലൂറക്സി യാൺസിൻ്റെ ഒരു വീവിങ് സ്റ്റൈലാണ് ദുപ്പട്ടയുടെ ആഞ്ചൽ പോർഷനിൽ കൊണ്ടുവന്നേക്കുന്നത്. ഒരു ജോമെട്രിക് സ്റ്റൈലിലുള്ള ഒരു വീവിങ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് അതേപോലെ തന്നെ ഒരു സ്ട്രൈപ്സ് പാറ്റേൺ ത്രൂ ഔട്ട് ദുപ്പട്ടയിൽ പാസ് ചെയ്ത് പോകുന്നുണ്ട്. കുഞ്ഞ് സീക്വൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു വീവിങ് സ്റ്റൈലാട്ടോ കൊണ്ടുവന്നേക്കുന്നത്. അതിന് ദുപ്പട്ടയും കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന ഇതിൻ്റെ ഒരു നെക്ക് പോർഷൻ ആട്ടോ. ഒരു വി നെക്ക് കൊടുത്ത് അതിനകത്ത് തന്നെ കട്ട് ബീഡ്സിൻ്റെയും സെറീൻ്റെയും ത്രെഡിൻ്റെയും ഒക്കെ ഒരു കോമ്പിനേഷൻ, ഹാൻഡ് എംബ്രോയ്ഡറി വരുന്നുണ്ട്. ആൻഡ് ഡിജിറ്റൽ പ്രിൻറ്റ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഫോയിൽ പെയിൻറ്റിങ്ങിൻ്റെ ഹൈലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ഫിറ്റിൽ തന്നെ വന്നേക്കുന്ന ബോട്ടം വിത്ത് പോക്കറ്റ്സ് അവൈലബിൾ ആട്ടോ. സോളിഡ് ആയിട്ട് വന്നേക്കുന്ന ബോട്ടം. ഇതിൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് കളേഴ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണിൽ വന്നേക്കുന്ന 3 സെറ്റ്സ് നമുക്ക് കാണാം കേട്ടോ. നെക്സ്റ്റ് എടുത്തേക്കുന്ന ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡ്. ഇതിനകത്തും ദുപ്പട്ടയിൽ ലൂറക്സി യാൺസിൻ്റെ ഒരു വീവിങ് സ്റ്റൈൽ ആട്ടോ കൊണ്ടുവന്നേക്കുന്നത്. ആഞ്ചൽ പോർഷനിൽ ഹെവി ആയിട്ടുള്ള ഒരു വീവിങ്. ഇതൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ്. അതിന് ഇതിൻ്റെ ദുപ്പട്ട
യുടെ ലുക്കാണ് ഇപ്പോൾ കണ്ടത്. ആൻഡ് നമുക്കിതിൻ്റെ ടോപ്പിൻ്റെ ലുക്ക് വരുന്നത് ഒരു വൈഡ് വി ആൻഡ് സെൻറ്റർ പോർഷനിൽ ഒരു സ്ലിറ്റ് ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. കട്ട് ബീഡ്സിന് ഗോൾഡൻ കട്ട് ബീഡ്സ് ആൻഡ് സർദോസി ത്രെഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബോഡിയിൽ ഫുള്ളായിട്ട് ഒരു ഡിജിറ്റൽ പ്രിൻറ്റ്, ഒരു സ്ട്രൈപ്സ് പാറ്റേൺ ആണ് വീവ് ചെയ്ത് പ്രിൻ്റാണത്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഫ്ലവേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്ത് ഫോയിൽ പെയിൻറ്റിങ് ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റർ ലുക്കിൽ വന്നേക്കുന്ന ടോപ്പ് ആൻഡ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത്. റയോൺ ഫിനിഷിലാട്ടോ വന്നേക്കുന്നത്. ടോപ്പും ബോട്ടവും റയോൺ ഫിനിഷിലാണ് വന്നേക്കുന്നത്. സ്ട്രെയിറ്റ് ഫിറ്റ് വിത്ത് എലാസ്റ്റിക് പോക്കറ്റ്സ് അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു ലിനൻ ചന്തേരി ഫിനിഷിൽ വന്നേക്കുന്ന ദുപ്പട്ട. നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റ് ഈ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാട്ടോ. എല്ലാം ഡാർക്കർ പാലറ്റിനകത്താണ് വന്നേക്കുന്നത്. ഇതിനകത്തും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് കൊടുത്തേക്കുന്നത്. അതിനെ ഹൈലൈറ്റ് ചെയ്ത് ഫോയിൽ പെയിൻറ്റിങ്. ഇതൊരു വൈഡ് യൂനെക്കാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് അവിടെയും കട്ട് ബീഡ്സിൻ്റെയും ചെറീൻ്റെയും ഒക്കെ ഒരു കോമ്പിനേഷനാണ് കൊണ്ടുവന്നേക്കുന്നത്. 3/4 സ്ലീവ്, സ്ലിറ്റർ ലുക്ക് ആൻഡ് സോളിഡ് ആയിട്ട് വന്നേക്കുന്ന ബോട്ടം. ആ ഒരു ലൂറക്സി യാൺസിൻ്റെ തന്നെ വീവിങ്ങിൽ വന്നേക്കുന്ന ദുപ്പട്ട. നല്ല റിച്ച് ആയിട്ട് നിൽക്കുന്ന ആഞ്ചൽ പോർഷൻ ദുപ്പട്ട. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് PIR 144. പ്രൈസ് റേഞ്ച് വന്നേക്കുന്ന 1799. ഇതിൻ്റെ ട്രിപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോൻ്റെ താഴെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എപ്പോഴും വരുന്ന ഒരു കമൻറ്റാണ് ഉടുത്തേക്കുന്നതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ടോയെന്ന്. ഈ ഒരു കാറ്റഗറിയിൽ വന്നേക്കുന്ന സാരീസിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോർമലി ഒരു 5 ഷെയ്ഡ്സ് ഒക്കെയാണ് കൊണ്ടുവരാറുള്ളത്. ഇന്ന് കുറച്ച് അധികം കളർ ഷെയ്ഡ്സ് ഈ ഒരു കളക്ഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പോയിൻ്റ് എംബ്രോയ്ഡറി യൂസ് ചെയ്തിട്ടുള്ള ഒരു വൈറ്റ് ത്രെഡ്സ് യൂസ് ചെയ്തിട്ടൊരു ക്ലാസി ലുക്കാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഒരു ജോമെട്രിക് സ്റ്റൈലിൽ പോയിൻ്റ് എംബ്രോയ്ഡറി യൂസ് ചെയ്തിട്ടാണ് ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്തേക്കുന്നത്. വിത്ത് ബോഡിയിൽ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോറൽ പാറ്റേൺ വരുന്നുണ്ട്. ആൻഡ് സ്കാലപ്പ് ഫിനിഷാണ് എൻഡിൽ കൊടുത്തേക്കുന്നത്. ഇതാട്ടോ റണ്ണിങ്ങിൽ തന്നെ വന്നേക്കുന്ന പല്ലു ആൻഡ് ബ്ലൗസ് പീസ്. പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലൊക്കെ ലോവറിൽ ആ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. നമുക്കിതിൻ്റെ ബാക്കി കളേഴ്സ് കണ്ടുപോവാം. ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. ഇതാട്ടോ നെക്സ്റ്റ് കളർ വന്നേക്കുന്ന ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ്. എൻഡിലായിട്ട് കുഞ്ഞ് സ്കാലപ്പ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഒരു ജോമെട്രിക് സ്റ്റൈൽ. അതിനകത്ത് തന്നെ ഒരു ഫ്ലോറിൻ്റെ ഒക്കെ ഒരു ലുക്കാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ബോഡിയിലേക്ക് വരുമ്പോൾ. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ ലുക്കും കൂടി കാണാം കേട്ടോ. ഇത് പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിൽ വരുന്ന വർക്ക് ഡീറ്റെയിലിംഗ് ആണ്. ഓക്കെ, ഇതാട്ടോ റണ്ണിങ്ങിൽ തന്നെ സെയിം ഷെയ്ഡിൽ തന്നെ വന്നേക്കുന്ന ബ്ലൗസ് പീസ് വിത്ത് ഈ ഒരു ബോർഡർ ഡീറ്റെയിലും വരുന്നുണ്ട്. ഇത് നമുക്ക് സ്കാലപ്പ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്കാലപ്പോട് കൂടി തന്നെ ബ്ലൗസിൻ്റെ എൻഡിൽ ഫിനിഷ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെക്കിൻ്റെ പോർഷനിലൊക്കെ ഇത് കട്ട് ചെയ്ത് ഒരു പാച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുക്കാം കേട്ടോ. ഇതാണ് ബ്ലൗസിൻ്റെ ലുക്ക് വരുന്നത്. നമുക്കിതിൻ്റെ ബാക്കി കളർ കാണാം. നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു ഡാർക്ക് മൂവ് ഷെയ്ഡ്. ഇതിനകത്തും സെയിം വർക്ക് ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. പല്ലുവിൻ്റെ പോർഷൻ ആൻഡ് ചെസ്റ്റിൻ്റെ പോർഷനിൽ വരുന്ന വർക്ക് ഡീറ്റെയിലിംഗ്, പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷൻ. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു ഗ്രീൻ ഷെയ്ഡ്. ഗ്രീനിൻ്റെ തന്നെ 2 പാലറ്റ് വരുന്നുണ്ട്. ഇത് കുറച്ചൊന്ന് ഡാർക്ക്, നമ്മുടെ ടീൽ ഗ്രീനിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡും ആൻഡ് പിസ്ത ഗ്രീൻ, ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വന്നേക്കുന്ന ഗ്രീൻ. ആൻഡ് ഇതിൻ്റെ ക്ലോസിൽ നോക്കുമ്പോഴത്തേനും നമുക്കൊരു ഡോബിയുടെ ഒരു വീവിങ് സ്റ്റൈലില്ലേ, ഡോട്ട് അതും കൂടി വരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. ഇത് സെയിം ആണ്. ഇതാണ് ഒരു ലൈറ്റ് ഷെയ്ഡ് വന്നേക്കുന്നത്. പല്ലുവിൻ്റെ പോർഷൻ ഇതിനകത്ത് പ്ലേസ് ചെയ്തേക്കുന്ന ആ ഒരു ജോമെട്രിക് വീവിങ് ഒക്കെ സെയിം ആട്ടോ. ആ ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ഒക്കെ സെയിം ആണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഒരു ഡോബിയുടെ ഒരു വീവിങ് സ്റ്റൈലും കൂടി വരുന്നുണ്ട്. ബ്ലൗസ് പീസ്. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു പിങ്ക് ഷെയ്ഡ് ആട്ടോ. ലൈറ്റ് ഷെയ്ഡും വരുന്നുണ്ട്, അതേപോലെ തന്നെ ഡാർക്ക് പാലറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഷെയ്ഡും വരുന്നുണ്ട്. പിന്നെ വൈറ്റ് വരുന്നുണ്ട്. നമുക്ക് ഒരു ചർച്ച് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനാണെങ്കിലും ഒരു ക്ലാസി ലുക്കിൽ പറ്റുന്ന ഒരു വൈറ്റ് ഷെയ്ഡ്. ഇതിനകത്തും സെയിം ആ ഒരു റണ്ണിങ്ങിൽ തന്നെ വന്നേക്കുന്ന ബ്ലൗസ് പീസ് ആട്ടോ. മറ്റ് കളർ എടുക്കുമ്പോഴത്തേനും ഹക്കോബ ബ്ലൗസിൻ്റെ കൂടെയൊക്കെ നമുക്ക് കോൺട്രാസ്റ്റ് ലുക്ക് വേണമെങ്കിലും പെയർ ചെയ്യാം. ഇല്ല ഞാൻ വേറെ ഇതൊക്കെ പോലെ ഈ ഒരു നെറ്റ് ബ്ലൗസിൻ്റെ കൂടെയൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആട്ടോ ഈ ഒരു മെറ്റീരിയൽ. ആൻഡ് ഇതിൻ്റെ ലാസ്റ്റ് വന്നേക്കുന്ന ഈ ഒരു ചിക്കു ഷെയ്ഡിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡാട്ടോ ഇത് വന്നേക്കുന്നത്. നല്ലൊരു റെയർ ഷെയ്ഡിലുമാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ കോഡ് വരുന്നത് SUN 346. പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 3999. ഇതിൻ്റെ ട്രിപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഔട്ട് വെബ്സൈറ്റ് www.aham.co.